ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. ചേട്ടനോട് പായസത്തിന്റെ സാധനങ്ങൾ വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറയണ ഒന്നും വേണ്ട എന്നാണ്. അപ്പൊ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പായസം തട്ടിക്കൂട്ടണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ അടുക്കളയിൽ ഇതേ പായസത്തിനുള്ള അരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ പായസം വെക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന അരി. പച്ചരിയാണ്. ഇതേ കണ്ടില്ലേ, ഈ അരി വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു അടിപൊളി പായസം വെക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ വളരെ സ്പെഷ്യൽ ഒന്നും ഇല്ല. ഇതേ മാങ്ങാ പുളിശ്ശേരി ഉണ്ട്, വാഴക്ക തോരനുണ്ട്, കൊത്തിമുറിച്ച അവിച്ച മരിച്ചിനി ഉണ്ട്, അതിനോടൊപ്പം കഴിക്കാൻ കുറച്ച് ചമ്മന്തിയുണ്ട്. അപ്പോൾ അടുക്കളയിൽ ഉച്ചത്തേക്കുള്ള പാചകമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പായസത്തിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. അടുപ്പ് നന്നായിട്ട് തീയായിട്ടുണ്ട്. കാരണം ചോറും കറിയും കൂട്ടാനൊക്കെ വെച്ചപ്പോഴേക്കും നന്നായിട്ട് അടുപ്പ് കനലായിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പൊ അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ചുകൊള്ളും. വെള്ളം നന്നായിട്ട് ചൂടായിട്ടാണ് നമുക്ക് അരി ഇടാൻ വേണ്ടിയിട്ട്. ദേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ വെള്ളം ഇതാ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അരി കഴുകാനായിട്ട് പോകാം. നന്നായിട്ട് നമ്മുടെ എടുത്ത് വെച്ച തൂവെള്ള നിറത്തിലുള്ള അരി നന്നായിട്ട് കഴുകി ഈ നമ്മുടെ അടുപ്പിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് പാവ് കാച്ചാനായിട്ട് പോകണം. ശർക്കര നമ്മൾ ഇവിടെ പൊട്ടിക്കണ മെഷീനാണ് ഇതേ ഇരിക്കണേ. ഈ തല്ലിയാണ് ഇതിനെ ഈ കഷ്ണത്തിലാക്കി എടുത്തത് കേട്ടോ. അപ്പൊ ഇതിവിടെ ഇരുന്ന് റെഡിയായിക്കൊള്ളും. ആ സമയത്ത് നമുക്ക് അടുക്കളയെല്ലാം ഇതേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പായസം മാത്രം റെഡിയായി കിട്ടിയാലും മതി. നന്നായിട്ട് അരിയിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്താലേ പായസത്തിന് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. ഇതേ കണ്ടില്ലേ, നന്നായിട്ട് അരി വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് വേറെ ഒന്നും ഇടുന്നില്ല. ഞങ്ങൾ കടലയാണ് നെയ്യിൽ വറുത്ത് ചേർക്കാനായിട്ട് പോകുന്നത്. അതിനുള്ള കടല തൊലി കളഞ്ഞ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പോഴേക്കും ആ സമയമാകുമ്പോൾ എളുപ്പത്തിൽ എടുത്ത് വറുത്താൽ മതിയല്ലോ. അപ്പൊ ഇത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല തൂവെള്ള നിറത്തിൽ നന്നായിട്ട് അരി വെന്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അരിപ്പായസം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ചെറുപയർ കൂടെ ചേർക്കും കേട്ടോ. ഇതിപ്പോ നമ്മൾ അരി മാത്രമേ എടുത്തിട്ടുള്ളൂ. തൊട്ടടുത്ത് തന്നെ നമ്മുടെ പാനി ഇതാ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഈ സമയത്ത് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. എന്താണെന്ന് വിചാരിക്കേണ്ട ഒരു സിമ്പിൾ കാര്യമാണ്, പക്ഷേ നല്ല മണമുള്ളതാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ കോഴിക്കുട്ടന്മാർ ഇതാ കൂട്ടിനകത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് സാധനം, വയണയിലാന്ന് ഞങ്ങളിവിടെ പറയും. ഇത് നല്ലൊരു പ്രത്യേക മണമാണ്. നമ്മളിവിടെ ഇച്ചിരി ഒരു വലിയ മൂടായിരുന്നു, അത് ഒടിഞ്ഞു പോയി അതിൽ നിന്ന് തിളർത്ത് വരുന്നതാണ് കേട്ടോ. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഇലയ്ക്ക് പറയണേന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ ഇല നന്നായിട്ട് കുമ്പിള് കുത്തി ഇവിടെ കുമ്പിളപ്പം, ഇലയപ്പം ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും പൈപ്പിന്റെ മൂട്ടിൽ പോയി അതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാവും. ചെറിയൊരു മരത്തിലല്ലേ നിൽക്കണം. ഇതിനെ കഴുകി നമ്മുടെ അടുക്കളയിൽ ഒരു സ്ഥാനം കൊടുക്കണം കേട്ടോ ഈ ഇലയ്ക്ക്. പായസത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇതേ നമ്മുടെ കടലയും ഇലയൊക്കെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. എപ്പോഴേക്ക് ഇതിലേക്ക് ചാടാനായിട്ട് പറ്റുമെന്ന്. എന്തായാലും ആദ്യത്തെ ഊഴ് നമ്മുടെ ശർക്കര പാനിക്ക് തന്നെയാണ്. അവൻ ഇതാ നമ്മുടെ അരിയിലേക്ക് ലയിച്ച് ചേരാനായിട്ട് പോവുകയാണ്. ശർക്കര പാനി ഒഴിച്ച് പെട്ടെന്ന് തന്നെ ആവില്ല കേട്ടോ. കുറെ സമയം ഇരുന്നാലേ ഈ അരിയിലെല്ലാം നന്നായിട്ട് മധുരം പിടിക്കേണ്ടതുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ആ വയണ ഇലയോടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ നല്ലൊരു പ്രത്യേക മണവും ഉണ്ട്, നല്ല ഭംഗിയായിട്ട് നല്ല മധുരമായിട്ടുണ്ട്. അരിയിലും എല്ലാത്തിലും നന്നായിട്ട് ശർക്കര പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വീട്ടിൽ ഇരുന്നത് കൊണ്ടാണ് കേട്ടോ 2-3 അല്ലി ഏലയ്ക്ക കൂടെ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് പായസത്തിൽ കടിക്കണത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുത്തു. അതിന്റെ കൂടെയാണ് നമ്മുടെ കടല കൂടെ വറുത്ത് ചേർക്കാനായിട്ട് പോകുന്നത്. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ട് കളറ് മാറി വരുമ്പോഴേക്കും അതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ടും കൂടെ അങ്ങോട്ടൊരു വറ തന്നെ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ സംഭവം റെഡിയായി കഴിഞ്ഞത് നല്ലൊരു പ്രത്യേക മണം വരും കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിനെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പൊട്ടലും ചീറ്റലുമായിട്ട് ഇവരങ്ങ് ഒന്നിച്ച് ചേരും കേട്ടോ. പിന്നെ ഒരു സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ദേ കണ്ടില്ലേ, നമ്മുടെ പായസം മധുരം റെഡിയായി കഴിഞ്ഞു. അപ്പൊ ആദ്യം ബർത്ത്ഡേ കാരന് തന്നെ മധുരം കൊടുക്കണമെന്നാണല്ലോ. അപ്പൊ ആദ്യം ചേട്ടനോട് പിന്നെ നമ്മളെല്ലാരും കഴിച്ചു. അപ്പൊ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ.